നക്ഷത്രങ്ങൾ ജ്വലിക്കുന്നതും ഗ്രഹങ്ങൾ കറങ്ങിത്തിരിയുന്നതും ഗാലക്സികൾ നിലനിൽക്കുന്നതും ബ്ലാക്ക് ഹോൾസിൽ നിന്നും ഒന്നിനും രക്ഷപ്പെടാൻ കഴിയാത്തതും അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് ഗ്രാവിറ്റി എന്ന അദൃശ്യമായ ശക്തിയുടെ പ്രഭാവമാണ്. ഈ അദൃശ്യ ശക്തിയെക്കുറിച്ച് ഏറെ കാലങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് ബഹിരാകാശ വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം, ഉദാഹരണത്തിന് രണ്ട് നക്ഷത്രങ്ങൾ തമ്മിലുള്ള ഗ്രാവിറ്റി വളരെ വ്യക്തമായിട്ട് കണക്കുകൂട്ടാൻ ഇന്ന് നമുക്ക് കഴിയും. അതിലൂടെ അവയുടെ ഭ്രമണപഥം എങ്ങനെയായിരിക്കുമെന്നും അവയുടെ ഭാവി സ്ഥാനം എവിടെയായിരിക്കുമെന്നും അത്യധികം കൃത്യതയോടെ നിർണ്ണയിക്കാനും പറ്റും. എന്നാൽ ഇതെല്ലാം തന്നെ പരമാവധി രണ്ട് നക്ഷത്രങ്ങളുടെ കാര്യത്തിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. മൂന്നാമതൊരു നക്ഷത്രം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തന്നെ താറുമാറാകും. അവയുടെ ചലനങ്ങൾ എപ്പോഴും തികച്ചും യാദൃച്ഛികമായിരിക്കും. ഇത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന കാര്യം പല നൂറ്റാണ്ടുകളായിട്ട് നമുക്കറിയാം. പക്ഷെ ഇതിനൊരു കൃത്യമായ പരിഹാരം കണ്ടെത്താൻ ഇന്നേ വരെ ആർക്കും സാധിച്ചിട്ടില്ല. ഇതാണ് പ്രശസ്തമായ 3 ബോഡി പ്രോബ്ലം. ത്രീ ബോഡി പ്രോബ്ലം എന്നത് യഥാർത്ഥത്തിൽ ഒരു മാത്തമാറ്റിക്കൽ പ്രശ്നമാണ്. അതായത് 3 നക്ഷത്രങ്ങൾ പരസ്പരം വലം വയ്ക്കുന്ന ഒരു സിസ്റ്റം അത്യധികം അൺസ്റ്റേബിൾ ആയിരിക്കും. ആ 3 നക്ഷത്രങ്ങളുടെയും ഭ്രമണപഥങ്ങൾ തികച്ചും റാൻഡമായതിനാൽ, അതായത് തികച്ചും യാദർച്ഛികമായതിനാൽ നമ്മുടെ മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെ ഉപയോഗിച്ച് അവയുടെ ചലനങ്ങൾ കണക്കുകൂട്ടാനുമാകില്ല. അവയുടെ ഭാവി ഭ്രമണപഥം എങ്ങനെയായിരിക്കുമെന്ന് ഒരു രീതിയിലും മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാനുമാകില്ല. ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ശരിക്കും 3 ബോഡി പ്രോബ്ലം. പക്ഷെ ഇത് 3 നക്ഷത്രങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല. 2-ൽ കൂടുതൽ എത്ര നക്ഷത്രങ്ങൾ ഒരു സിസ്റ്റത്തിൽ വന്നാലും ഇതേ പ്രശ്നമുണ്ട്. നക്ഷത്രങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലങ്ങളുടെ ഇടപെടലുകൾ കൂടുതൽ സങ്കീർണമാകും. അതുകൊണ്ട് തന്നെ അതോടൊപ്പം അവയുടെ ഭാവി ചലനങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുക എന്നതും കൂടുതൽ സങ്കീർണമാകും. എൻ ബോഡി പ്രോബ്ലം എന്നാണ് ശരിക്കും ഇതിനെ പറയുന്നത്. അതിൽ 3 നക്ഷത്രങ്ങൾ വരുന്നതിനെ പ്രത്യേകമായിട്ട് പറയുന്നതാണ് 3 ബോഡി പ്രോബ്ലം. അതുപോലെ ഇത് നക്ഷത്രങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു ബഹിരാകാശ വസ്തുവിന്റെ കാര്യത്തിലും ഈ പ്രശ്നമുണ്ടാകും. പക്ഷെ പൊതുവെ പരസ്പരം വലം വയ്ക്കുന്നതായ വസ്തുക്കൾ നക്ഷത്രങ്ങളാണ്. അതുകൊണ്ടാണ് നക്ഷത്രങ്ങളെ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. ന്യൂട്ടന്റെയും കെപ്ലറിന്റെയും ഒക്കെ നിയമങ്ങൾ ഉപയോഗിച്ച് 17-ാം നൂറ്റാണ്ടിൽ തന്നെ നമുക്ക് വളരെ കൃത്യതയോടെ 2 ബോഡി പ്രോബ്ലം പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ മൂന്നാമതൊരു നക്ഷത്രത്തിനെ കൂടെ കൊണ്ടുവന്നാൽ ആ സിസ്റ്റം നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നതിനും അപ്പുറം അൺസ്റ്റേബിൾ ആകുമെന്ന കാര്യം അന്നേ തന്നെ അവർ തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് മുതൽ ലോകമെമ്പാടുമുള്ള പല ശാസ്ത്രജ്ഞരും 3 ബോഡി പ്രോബ്ലത്തിനൊരു കൃത്യമായ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആർക്കും തന്നെ അത് സാധ്യമാക്കാൻ പറ്റിയിട്ടില്ല. ഒടുവിൽ 19-ാം നൂറ്റാണ്ടിൽ പല ഗണിത ശാസ്ത്രജ്ഞരും 3 ബോഡി പ്രോബ്ലം യഥാർത്ഥത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന നിഗമനത്തിലെത്തി. കാരണം 2-ൽ കൂടുതൽ നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ സിസ്റ്റം ഒരിക്കലും സ്റ്റേബിൾ ആകില്ല. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ ഒന്നുകിൽ ആ നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെല്ലാം സിസ്റ്റത്തിൽ നിന്നും പിരിയുകയോ, അതുമല്ലെങ്കിൽ 2 എണ്ണം ചേർന്ന് ഒരു ബൈനറി ആയ ശേഷം ബാക്കി നക്ഷത്രങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയോ ചെയ്യും. നിസ്സാരമായിട്ട് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ 2-ൽ കൂടുതൽ നക്ഷത്രങ്ങൾക്ക് ഒരിക്കലും പരസ്പരം വലം വെച്ച് നിലനിൽക്കാൻ കഴിയില്ല. പക്ഷെ അതെങ്ങനെ ശരിയാകും? 3-ഉം 4-ഉം നക്ഷത്രങ്ങളൊക്കെയുള്ള നിരവധി സ്റ്റാർ സിസ്റ്റങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. നമ്മുടെ സൂര്യന്റെ തൊട്ടടുത്തുള്ള നക്ഷത്ര വ്യൂഹം പോലും, അതായത് ആൽഫ സെന്റൗറി, ഒരു ട്രിപ്പിൾ സ്റ്റാർ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ 3 നക്ഷത്രങ്ങളുണ്ട്. ആൽഫ സെന്റൗറി എ, ആൽഫ സെന്റൗറി ബി, പിന്നെ പ്രോക്സിമ സെന്റൗറി. 620 പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള AR കാസിയോഫി എന്ന മറ്റൊരു നക്ഷത്ര വ്യൂഹത്തിൽ 7 നക്ഷത്രങ്ങളുണ്ട്. 3 ബോഡി പ്രോബ്ലം ശരിക്കുമുള്ള ഒരു പ്രശ്നമാണെങ്കിൽ പിന്നെ ഈ നക്ഷത്ര വ്യൂഹങ്ങളൊക്കെ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? 2-ൽ കൂടുതൽ നക്ഷത്രങ്ങളുള്ള ഒരുപാട് സ്റ്റാർ സിസ്റ്റംസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവയെല്ലാം തന്നെ 2 ബോഡി സിസ്റ്റംസ് ആണ്. ആൽഫ സെന്റൗറിയെ തന്നെ അതിനൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ആൽഫ സെന്റൗറി എയും ബിയും ഒരു ബൈനറി സിസ്റ്റമാണ്. ഈ 2 നക്ഷത്രങ്ങളെയും ചേർത്ത് നമുക്ക് ആൽഫ ബൈനറി എന്ന് വിളിക്കാം. അവ പരസ്പരം അവയുടെ ബാരി സെന്ററിന് ചുറ്റും, അതായത് അവയ്ക്കിടയിലുള്ള ഗ്രാവിറ്റിയുടെ പൊതുവായ ഒരു കേന്ദ്ര ബിന്ദുവിന് ചുറ്റുമാണ് വലം വെക്കുന്നത്. ഈ ആൽഫ ബൈനറി സിസ്റ്റത്തിനെ മൊത്തത്തിൽ ഓർബിറ്റ് ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് പ്രോക്സിമ സെന്റൗറി. അതായത് ആൽഫ ബൈനറി നക്ഷത്രങ്ങൾ പരസ്പരം വലം വയ്ക്കുന്ന ബാരി സെന്ററിന് പുറത്ത് ആൽഫ ബൈനറിക്കും പ്രോക്സിമ സെന്റൗറിക്കും ഇടയിലുള്ള മറ്റൊരു ബാരി സെന്ററിന് ചുറ്റുമാണ്
പ്രോക്സിമ സെന്റോറിയും ആൽഫ ബൈനറിയും തമ്മിൽ വലം വെക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ബാരിയർ സെന്റർ ഉണ്ട്. അല്ലാതെ ഈ 3 നക്ഷത്രങ്ങളും ഒരുമിച്ച് അവയുടെ എല്ലാത്തിന്റെയും വെറും ഒരേ ഒരു പൊതുവായ ബാരിയർ സെന്ററിന് ചുറ്റും വലം വയ്ക്കുകയല്ല ചെയ്യുന്നത്. വളരെ നിസ്സാരമായ രീതിയിൽ പറഞ്ഞാൽ ഇവിടെ ഈ ആൽഫ ബൈനറി സിസ്റ്റം ഒരൊറ്റ നക്ഷത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്. പ്രോക്സിമ സെന്റോറി ആണെങ്കിൽ രണ്ടാമത്തെ നക്ഷത്രമായിട്ട്. ഹൈറാർക്കിക്കൽ സിസ്റ്റം എന്നാണ് ഇത്തരം നക്ഷത്ര വ്യൂഹങ്ങളെ പറയുന്നത്. 2ൽ കൂടുതൽ നക്ഷത്രങ്ങളുള്ള എല്ലാ സിസ്റ്റങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. 4 നക്ഷത്രങ്ങളുള്ള സിസ്റ്റത്തിലാണെങ്കിൽ 3 ബാരിയർ സെന്റർ ഉണ്ടായിരിക്കും. അങ്ങനൊരു സിസ്റ്റത്തിൽ 2 ബൈനറി സിസ്റ്റങ്ങൾ പരസ്പരം വലംവെക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു ബൈനറി സിസ്റ്റം മൂന്നാമത്തെ നക്ഷത്രത്തിനെയും ആ 3 നക്ഷത്രങ്ങളും ഒരൊറ്റ നക്ഷത്രം പോലെ ചേർന്ന് ഒരുമിച്ച് 4ാമത്തെ നക്ഷത്രത്തിനെ വലംവെക്കുന്നതുമായിരിക്കും. ഇനിയും നക്ഷത്രങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവയുടെ ക്രമീകരണങ്ങളും പല രീതിയിലും മാറും. അതോടൊപ്പം അവയിലുള്ള ബാരിയർ സെന്റേഴ്സിന്റെ എണ്ണവും കൂടും. പക്ഷെ എങ്ങനെയൊക്കെ ക്രമീകരണങ്ങൾ വന്നാലും അതെല്ലാം തന്നെ വെറും 2 ബോഡി സിസ്റ്റംസ് ആയിരിക്കാം. സൈദ്ധാന്തികമായി എത്ര നക്ഷത്രങ്ങളെ വേണമെങ്കിലും ഇങ്ങനെ ഹൈറാർക്കിക്കലായിട്ട് നമുക്ക് ക്രമീകരിക്കാം. പക്ഷെ ഏതാണ്ട് 10 നക്ഷത്രങ്ങളിൽ കൂടുതൽ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കില്ലെന്നാണ് നിഗമനം. കാരണം അതിൽ കൂടുതൽ നക്ഷത്രങ്ങളായാൽ ഒരുപക്ഷെ ആ സിസ്റ്റം അൺസ്റ്റേബിൾ ആവുകയും സിസ്റ്റത്തിൽ നിന്നും നക്ഷത്രങ്ങൾ പുറന്തള്ളപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 7500 പ്രകാശവർഷങ്ങൾക്കകലെ HD 93206 എന്നൊരു സിസ്റ്റമുണ്ട്. അതിൽ 9 നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് കരുതുന്നത്. എല്ലാ നക്ഷത്രങ്ങളും ഹൈറാർക്കിക്കലായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ആ നക്ഷത്രങ്ങളെല്ലാം ഒരുമിച്ച് ഒരൊറ്റ ബാരിയർ സെന്ററിനെ ഭ്രമണം ചെയ്യുന്നവയല്ല. അതുകൊണ്ട് തന്നെ അവയെ ഒന്നും എൻ ബോഡി സിസ്റ്റംസ് എന്ന് പറയാനും കഴിയില്ല. നമ്മുടെ സൗരയൂഥത്തിൽ ഒരു 3 ബോഡി പ്രോബ്ലം കാണാൻ കഴിയും. ഏറ്റവും വലിയ ഗ്രഹമായ ജൂപ്പിറ്ററിന്റെ ശക്തമായ ഗ്രാവിറ്റി ഭൂമിയെ ബാധിക്കുന്നുണ്ട്. അതായത് ഭൂമി ജൂപ്പിറ്ററിന് നേർക്ക് വരുമ്പോൾ ഭൂമിയെ ജൂപ്പിറ്റർ ചെറുതായിട്ട് പിടിച്ചു വലിക്കും. അപ്പോൾ സൂര്യനെയും ഭൂമിയെയും ജൂപ്പിറ്ററിനെയും ചേർത്ത് നോക്കിയാൽ അതൊരു 3 ബോഡി സിസ്റ്റമാണ്. പക്ഷേ ഭൂമിയെ മാത്രമല്ല ജൂപ്പിറ്റർ മറ്റ് ഗ്രഹങ്ങളെയും ഇതുപോലെ വലിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റ് ഗ്രഹങ്ങളും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം ശരിക്കും ഒരു എൻ ബോഡി സിസ്റ്റമാണ്. ഇത് പണ്ട് ന്യൂട്ടനും ശ്രദ്ധിച്ചിരുന്നു. കാലക്രമേണ സോളാർ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളുടെ ഓർബിറ്റ് എല്ലാം അൺസ്റ്റേബിൾ ആകുമെന്നും ഒരിക്കൽ സോളാർ സിസ്റ്റം മുഴുവൻ തകരുമെന്നും അദ്ദേഹം ഭയന്നിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇത്രയേറെ കാലങ്ങളായിട്ടും സോളാർ സിസ്റ്റം സ്റ്റേബിൾ ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻസ് എല്ലാം 2 വസ്തുക്കളുടെ കാര്യത്തിൽ കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ദൈവം ഗ്രഹങ്ങളുടെ ഓർബിറ്റുകൾ ശരിയാക്കുകയാണ്. അതുകൊണ്ടാണ് സോളാർ സിസ്റ്റം തകരാതെ നിലനിൽക്കുന്നത്. ഇങ്ങനെയാണ് ന്യൂട്ടൺ കരുതിയത്. ശേഷം 1 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഫ്രഞ്ച് പണ്ഡിതനായ ലാപ്ലേസും ഇതേ പ്രശ്നം ശ്രദ്ധിക്കാനിടയായി. ഈ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം കാൽക്കുലസിന്റെ പുതിയൊരു ശാഖ വികസിപ്പിച്ചു. അതാണ് പെർട്രുബേഷൻ തിയറി. അങ്ങനെ അദ്ദേഹം അതിന്റെ പിന്നിലെ കാരണം മനസ്സിലാക്കി. ഓർക്കുക, കാൽക്കുലസ് കണ്ടുപിടിച്ചത് തന്നെ ന്യൂട്ടനാണ്. അപ്പോൾ അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സോളാർ സിസ്റ്റത്തിലെ എൻ ബോഡി പ്രോബ്ലം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ അല്ലെങ്കിൽ ഉത്തരം മുട്ടിയപ്പോൾ അവിടെ ദൈവത്തിനെ കൊണ്ടുവച്ചതുകൊണ്ടാണ് ന്യൂട്ടൻ അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. എന്തായാലും ലാപ്ലേസ് കണക്കുകൂട്ടി നോക്കിയപ്പോൾ ഒരു തരത്തിൽ സോളാർ സിസ്റ്റം മുഴുവൻ എൻ ബോഡി സിസ്റ്റം ആണെങ്കിലും സൗരയൂഥത്തിലെ 99% കൂടുതൽ മാസ് അടങ്ങിയിരിക്കുന്നത് സൂര്യനിലാണ്. ഇതിന്റെ മുന്നിൽ ജൂപ്പിറ്ററിന്റെ മാത്രമല്ല സോളാർ സിസ്റ്റത്തിലെ മറ്റെല്ലാ വസ്തുക്കളുടെയും മുഴുവൻ ഗ്രാവിറ്റിയും ഒന്നുമല്ല എന്ന് പറയേണ്ടി വരും. സൂര്യന്റെ ഗ്രാവിറ്റിയാണ് സോളാർ സിസ്റ്റത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂപ്പിറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളെയും സൂര്യനും ഗ്രഹവും എന്ന രീതിയിൽ 2 ബോഡി സിസ്റ്റങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാനാകും. ഇത് നമ്മുടെ കണക്കുകൂട്ടലുകളെ ലളിതമാക്കുകയും അതോടൊപ്പം ഗ്രഹങ്ങളുടെ ചലനത്തെക്കുറിച്ച് നല്ല ധാരണ നൽകുകയും ചെയ്യും. അങ്ങനെ മനസ്സിലാക്കിയത് വെച്ച് നോക്കുമ്പോൾ ജൂപ്പിറ്റർ മറ്റ് ഗ്രഹങ്ങളെ പിടിച്ചു വലിക്കുന്നുണ്ടെങ്കിലും അത് വളരെ വളരെ ചെറിയ തോതിലാണ് വലിക്കുന്നത്. ഒരു 2 ബോഡി സിസ്റ്റത്തിനെ മൂന്നാമതൊരു ബോഡി ആകർഷിച്ചാൽ അതിന്റെ ശക്തി തീരെ ചെറുതാണെങ്കിൽ അത് കാരണം 2 ബോഡി സിസ്റ്റത്തിന് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. ഇതാണ് ജൂപ്പിറ്ററിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി ഭൂമിയുടെ ഓർബിറ്റിനെ വളരെ ചെറിയ രീതിയിൽ മാറ്റുന്നുണ്ട്. പക്ഷെ എന്ന് കരുതി ഓർബിറ്റിനെ തകർക്കാൻ മാത്രമുള്ള ശക്തി അതിനില്ല. ഭൂമിയുടെ ഓർബിറ്റിൽ വരുന്ന വ്യത്യാസം ജൂപ്പിറ്ററിൽ നിന്നും അകലുമ്പോൾ പഴയതുപോലെയായി മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഭൂമി വളരെ സ്റ്റേബിൾ ആയിട്ട് സൂര്യന് ചുറ്റും വലം വെക്കുന്നത്. ഭൂമിയുടെ മാത്രമല്ല എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെയാണ് സ്റ്റേബിൾ ആയിരിക്കുന്നത്. ഹൈറാർക്കിക്കൽ സിസ്റ്റങ്ങളിലും ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അവ എല്ലാ നക്ഷത്രങ്ങൾക്കും ഇടയിലൂടെ സഞ്ചരിച്ച് നക്ഷത്രങ്ങളെ മാറി മാറി വലം വെക്കില്ല. അതായത് ഒന്നിലധികം ബാരിയർ സെന്ററിന് ചുറ്റും വലം വെക്കില്ല. പകരം എപ്പോഴും ഒരൊറ്റ ബാരിയർ സെന്ററിന് ചുറ്റുമായിരിക്കും വലം വെക്കുന്നത്.
അത് ചിലപ്പോൾ ഒരൊറ്റ നക്ഷത്രത്തിന് ചുറ്റുമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിലധികം നക്ഷത്രങ്ങൾക്ക് ചുറ്റിലുമായിരിക്കാം. ഒരൊറ്റ നക്ഷത്രത്തിനെ വലം വെക്കണമെങ്കിൽ ആ നക്ഷത്രം സിസ്റ്റത്തിലെ മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നും ഒരുപാട് അകലെയായിരിക്കണം. അല്ലായെങ്കിൽ മറ്റ് സ്റ്റാർസിന്റെ ഗ്രാവിറ്റി കാരണം ഗ്രഹത്തിന്റെ ഓർബിറ്റ് തീരെ അൺസ്റ്റേബിൾ ആകും. അതിനും ആൽഫ സെന്റൗറിയെ തന്നെ ഉദാഹരണമായിട്ടെടുക്കാം. ആൽഫ സെന്റൗറി സിസ്റ്റത്തിൽ 2 ഗ്രഹങ്ങൾ ഉള്ളതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് രണ്ടും പ്രോക്സിമ സെന്റൗറിയെയാണ് വലം വെക്കുന്നത്. ആൽഫ ബൈനറി സ്റ്റാർസിൽ നിന്നും ഒരുപാട് അകലെയാണ് പ്രോക്സിമ സെന്റൗറി ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രഹങ്ങൾക്ക് പ്രോക്സിമ സെന്റൗറിക്ക് ചുറ്റും വളരെ സ്ഥിരതയോടെ വലം വയ്ക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരൊറ്റ നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളെ സർക്കംസ്റ്റെല്ലാർ പ്ലാനറ്റ്സ് എന്നാണ് പറയുന്നത്. ആൽഫ സെന്റൗറിയിൽ ഒന്നിലധികം നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ മറ്റ് ചില സിസ്റ്റങ്ങളിൽ അത്തരം ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നിലധികം നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ എപ്പോഴും നക്ഷത്രങ്ങളിൽ നിന്നും ഒരുപാട് അകലെയായിരിക്കും. എങ്കിൽ മാത്രമേ അവയ്ക്ക് കുറച്ചെങ്കിലും സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കാനാകൂ. ഇത്തരം ഗ്രഹങ്ങളെ സർക്കം ബൈനറി പ്ലാനറ്റ്സ് എന്നാണ് പറയുന്നത്. സർക്കം ബൈനറി പ്ലാനറ്റ്സിന്റെ ഓർബിറ്റുകളൊക്കെ എപ്പോഴും സ്ഥിരമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അവയുടെ ഓർബിറ്റിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളാണെങ്കിലും ആ മാറ്റങ്ങൾ ഗ്രഹത്തിന്റെ കാലാവസ്ഥയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അത്തരമൊരു ഗ്രഹത്തിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. 3 ബോഡി പ്രോബ്ലത്തിന് ഇതുവരെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അത് തീർത്തും ശരിയല്ല. കാരണം 3 ബോഡി പ്രോബ്ലത്തിന് ഒരു പരിധിവരെ എങ്കിലും, അതായത് ഒരു 3 ബോഡി സിസ്റ്റത്തിന്റെ വളരെ കുറച്ചു കാലത്തേക്കുള്ള ഭാവിയെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓരോ 3 ബോഡി സിസ്റ്റത്തിന്റെയും ഭാവി പ്രെഡിക്റ്റ് ചെയ്യാൻ വ്യത്യസ്തമായ കണക്കുകൂട്ടലുകളായിരിക്കും ഉപയോഗിക്കേണ്ടി വരുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എല്ലാ 3 ബോഡി സിസ്റ്റത്തിന്റെയും ഭാവി പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരു പൊതുവായ കൃത്യമായ കണക്കുകൂട്ടലില്ല. അങ്ങനൊരു മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മറ്റൊരു കാര്യം, 3 ബോഡി പ്രോബ്ലത്തിന് സൈദ്ധാന്തികമായ ഒരുപാട് സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണിത്. ഈ 3 വസ്തുക്കളും കൃത്യമായ ഒരു ഓർബിറ്റിലൂടെ വെറും ഒരൊറ്റ ബാരി സെന്ററിന് ചുറ്റും പരസ്പരം വലം വയ്ക്കുകയാണ്. ഇത് എന്നേക്കുമായി നിലനിൽക്കുന്ന അത്യധികം സ്റ്റേബിൾ ആയ ഒരു ഓർബിറ്റുമാണ്. പുറത്തുനിന്നും മറ്റൊരു വസ്തു വന്ന് ഇടപഴകുന്നതുവരെ ഈ സിസ്റ്റം ഒരു കുഴപ്പവുമില്ലാതെ സുസ്ഥിരമായി നിലനിൽക്കും. കഴിഞ്ഞ ചില പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഇതുപോലെ സൈദ്ധാന്തികമായ നിരവധി സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം കമ്പ്യൂട്ടേഴ്സിന്റെ അതിശക്തമായ പുരോഗതിയാണ്. 2017 ഒരു സംഘം ചൈനീസ് ഗണിത ശാസ്ത്രജ്ഞർ 1.6 കോടി സിസ്റ്റങ്ങളെ കമ്പ്യൂട്ടേഴ്സിലൂടെ സിമുലേറ്റ് ചെയ്ത് 3 ബോഡി പ്രോബ്ലത്തിന്റെ 8000 സൊല്യൂഷൻസ് കണ്ടെത്തി. ശേഷം കഴിഞ്ഞ വർഷം ഒരു സംഘം ബൾഗേറിയൻ ശാസ്ത്രജ്ഞർ വീണ്ടും 12,000-ലേറെ സൊല്യൂഷൻസ് കണ്ടെത്തി. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ഇതൊക്കെ സൈദ്ധാന്തികമായ നക്ഷത്ര വ്യൂഹങ്ങളാണ്. ഈ 12,000 സൊല്യൂഷൻസിലും നക്ഷത്രങ്ങൾക്ക് തുല്യമായ മാസം, കൃത്യമായ ദൂരവും, മാറ്റമില്ലാത്ത വേഗതയും അങ്ങനെ വ്യക്തമായി അനുമാനിക്കപ്പെട്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒരു ഘടകത്തിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നാൽ തന്നെ ഈ സിസ്റ്റങ്ങളെല്ലാം പൂർണ്ണമായും തകരും. അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻസിൽ കാണുന്നത് പോലത്തെ നക്ഷത്ര വ്യൂഹങ്ങൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കാൻ ഒട്ടും തന്നെ സാധ്യതയില്ല. അതിന്റെ സാധ്യത ഏകദേശം 0 തന്നെ പറയാം. പ്രപഞ്ചത്തിൽ നമ്മൾ ചില എൻ ബോഡി സിസ്റ്റങ്ങളെ കണ്ടിട്ടുണ്ട്. പുതിയ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന നെബുലകളിലും മോളിക്കുലാർ ക്ലൗഡ്സിലുമൊക്കെയാണ് പൊതുവെ ഇത്തരം സിസ്റ്റങ്ങൾ ഉള്ളത്. പക്ഷെ അവയൊന്നും തന്നെ സ്ഥിരമായി നിലനിൽക്കുന്നവയല്ല. അത്തരം സിസ്റ്റങ്ങൾ വളരെ കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തന്നെ തകരുകയും അതിലുള്ള നക്ഷത്രങ്ങൾ സിസ്റ്റത്തിൽ നിന്നും പുറന്തള്ളപ്പെടുകയും ചെയ്യും. ആ നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവയും ബഹിരാകാശത്തിന്റെ അനന്തതയിലേക്ക് തൂക്കിയെറിയപ്പെടും. ഈ കാരണം കൊണ്ടാണ് പ്രപഞ്ചത്തിൽ നമ്മൾ നിരവധി റോക്ക് പ്ലാനറ്റ്സിനെ കാണുന്നത്. നക്ഷത്രങ്ങൾക്ക് ചുറ്റും വലം വയ്ക്കാതെ ബഹിരാകാശത്തിലൂടെ വെറുതെ ഒഴുകി നടക്കുന്ന ഗ്രഹങ്ങളാണ് റോക്ക് പ്ലാനറ്റ്സ്. എന്തായാലും ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് എൻ ബോഡി സിസ്റ്റങ്ങളെ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയും അവയെ സമഗ്രമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും മനസ്സിലാക്കിയത് എന്താണെന്നാൽ എൻ ബോഡി സിസ്റ്റംസ് എല്ലാം തന്നെ സാധാരണ പുതിയ നക്ഷത്രങ്ങളായിരിക്കും. തീരെ അൺസ്റ്റേബിൾ ആയത് കാരണം ഏതാനും ചില ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ സിസ്റ്റങ്ങളെല്ലാം പൂർണ്ണമായും തകർന്നു പോകും. പക്ഷെ ഈ പറഞ്ഞത് വളരെ അകലെ കൂടെ വലം വയ്ക്കുന്ന നക്ഷത്രങ്ങളുടെ കാര്യമാണ്. അതായത് സിസ്റ്റത്തിലെ നക്ഷത്രങ്ങൾ തമ്മിൽ വളരെ വലിയ ദൂരമുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു പ്രകാശ വർഷങ്ങളോളം വരെ ദൂരമുണ്ടായിരിക്കും. അത്രയേറെ അകലെ ആയതുകൊണ്ടാണ് ഇവ പല ദശലക്ഷം വർഷങ്ങളോളം കാലം വരെ നിലനിൽക്കുന്നത്. വളരെ അടുത്ത് നിലനിൽക്കുന്നവയാണെങ്കിൽ 10,000-കണക്കിനോ അല്ലെങ്കിൽ ചിലപ്പോൾ വെറും 1000-കണക്കിനോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവ പൂർണ്ണമായും തകരും. നിലവിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് നമ്മുടെ ഏറ്റവും സമീപത്തുള്ള എൻ ബോഡി സിസ്റ്റം എന്നത് HD 5005 എന്നൊരു സിസ്റ്റമാണ്. ഏകദേശം 9600 പ്രകാശ വർഷങ്ങൾക്കകലെ IC 1590 എന്നൊരു നെബുലയിലാണ് ഈ എൻ ബോഡി സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത്.
ഈ സിസ്റ്റത്തിൽ 5 നക്ഷത്രങ്ങളുണ്ട്. ഇനിയും ഏതാനും ചില 10,000-കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ സിസ്റ്റം തകരുമെന്നാണ് കരുതുന്നത്. എൻബോഡി സിസ്റ്റങ്ങളിലുള്ള ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഏറ്റവും പ്രധാന കാരണം അങ്ങനൊരു ഗ്രഹം ഉണ്ടാകാൻ തന്നെ സാധ്യത തീരെ കുറവാണ്. എന്തെന്നാൽ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന സമയത്തിൽ അതിനു ചുറ്റുമുള്ള പൊടിപടലങ്ങളിൽ നിന്നും, അതായത് പ്ലാനറ്ററി ഡിസ്കിൽ നിന്നുമാണ് ഗ്രഹങ്ങൾ രൂപം കൊള്ളുന്നത്. പക്ഷേ ഈ പ്ലാനറ്ററി ഡിസ്ക് വളരെ സ്റ്റേബിൾ ആയിരിക്കണം. എൻബോഡി സിസ്റ്റം സ്വാഭാവികമായും ഒട്ടും തന്നെ സ്റ്റേബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് അത്തരം സിസ്റ്റങ്ങളിലുള്ള നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങൾ ഉണ്ടാകാനും സാധ്യതയില്ല. ഇനി ഒരുപക്ഷെ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ പുറത്തു നിന്നും സിസ്റ്റത്തിലേക്ക് വന്നു കയറിയ ഗ്രഹമാണെങ്കിലും ആ ലോകങ്ങളിൽ ഒരിക്കലും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്തെന്നാൽ ഇത്തരം ഗ്രഹങ്ങളിലെ അവസ്ഥകൾ വളരെ മാരകമായിരിക്കും. ഈ ലോകങ്ങളിലെ കാലാവസ്ഥകൾക്ക് ഒരു കൃത്യമായ ക്രമമൊന്നും ഉണ്ടായിരിക്കില്ല. ഏത് കാലാവസ്ഥയും എപ്പോൾ വേണമെങ്കിലും വരാം. അതും വളരെ വളരെ നിസ്സാരമായ സമയം കൊണ്ടായിരിക്കും ഗ്രഹത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നിസ്സാരമായ സമയം എന്ന് വെച്ചാൽ ചിലപ്പോൾ ആഴ്ചകൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ മണിക്കൂറുകൾ കൊണ്ടുമായിരിക്കാം. അതുകൊണ്ട് ജീവൻ ഉണ്ടാകാൻ ഒട്ടും തന്നെ സാധ്യതയില്ല. ഒരുപക്ഷെ ജീവൻ ഉണ്ടായാൽ തന്നെ അവയ്ക്ക് ഒരിക്കലും ഇന്റലിജന്റ് ആയി മാറാൻ കഴിയില്ല. എന്തെന്നാൽ നമ്മുടെ ഭൂമിയുടെ ചരിത്രം നോക്കുമ്പോൾ 100 കണക്കിന് കോടി വർഷങ്ങളോളം കഴിഞ്ഞാണ് ജീവൻ സങ്കീർണമായി മാറിയതുപോലും. വീണ്ടും പല ദശകോടി വർഷങ്ങൾക്ക് ശേഷമാണ് ജീവൻ ഇന്റലിജന്റ് ആയി മാറിയത്. എന്നാൽ എൻബോഡി സിസ്റ്റങ്ങൾ ഏതാനും ചില ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ തന്നെ നശിക്കും. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജീവൻ ഉണ്ടായാൽ തന്നെ അതിനെ സങ്കീർണമായ രീതിയിൽ പരിണമിക്കാനും പിന്നെ ഇന്റലിജന്റ് ആകാനുമുള്ള സമയം ലഭിക്കില്ല. അതിനുള്ളിൽ തന്നെ സിസ്റ്റം മുഴുവൻ പൂർണ്ണമായും തകർന്നു പോകും. അതിനോടൊപ്പം ഗ്രഹവും അതിലുണ്ടായ ജീവനും നശിക്കും. എൻബോഡി പ്രോബ്ലം ഇന്നും ഒരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെ നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ ഒരിക്കലും നമുക്കത് പരിഹരിക്കാനും കഴിയില്ലായിരിക്കാം. എങ്കിലും അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള യാത്രക്കിടയിൽ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് നേടാൻ അത് നമ്മെ പല രീതിയിലും സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ മറഞ്ഞു കിടക്കുന്ന പല നിഗൂഢതകളും ഇനിയും ഇതിലൂടെ ഭാവിയിൽ നമ്മൾ കണ്ടെത്തുമെന്നത് തീർച്ചയാണ്.